എൻ്റെ മക്കളുടെ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു, നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനകോടികളെ അനുഗ്രഹിച്ച സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ്, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനലക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കണ്ണീർ തുടച്ച സ്ഥലം. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട്, നിന്റെ പരിപാലനെ ഓർത്തുകൊണ്ട്, എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ഈ നിമിഷം എന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓ ഈശോയെ, ദിവ്യ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലെ പൂർണ്ണമായി നൽകിക്കൊണ്ട് ഞാനങ്ങയെ സ്തുതിക്കും, ഞാനങ്ങയെ ആരാധിക്കും, എനിക്ക് നന്ദി പറയുന്നു. ഓ നന്ദി ഈശോയെ, ഓ ആരാധന, ഓ ദൈവമേ, ഓ സത്യമേ, ഓ സ്നേഹമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കൈകൾ വീശിക്കൊണ്ട് സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ബെർഹിംഗ്ഹാമിലൊരു ധ്യാനം നടത്തി. ആ ധ്യാനം നല്ല ശക്തമായ അഭിഷേകമുള്ള ധ്യാനമാണ്. 12,500 പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്ത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റെയിൽസ്ഫോർഡിൽ വന്ന് ധ്യാനം നടത്തി. സ്റ്റെയിൽസ്ഫോർഡ് ഒരു വലിയ ആശ്രമമാണ്, 10 ഏക്കറുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബന്ധിഞ്ഞ് കൊടുത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ആ പുഴയുടെ ഓരങ്ങളെല്ലാം നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അവിടെ 700 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല അകലയിൽ നിന്നൊക്കെ വരണമായിരുന്ന ആൾക്കാർ. 700 പേര് മതിയായിരുന്നു ശരിക്കും. അതൊരു പള്ളിയാണ്. പക്ഷേ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. മറ്റത് സ്റ്റേഡിയത്തിലാണ് നടത്തിയത്, ഇതൊരു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിലാണ് നടത്തിയത്. ഇതിൻ്റെ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനേക്കാളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വചനങ്ങളെല്ലാം മാറി, വചനങ്ങളുടെ രീതികൾ, പ്രസൻറ്റേഷൻ്റെ രീതികൾ മാറി, ആൾക്കാരുടെ അനുഭവതലങ്ങൾ മാറി, അഭിഷേക ലെവൽ മാറി, മൊത്തം മാറി. അതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് ദൈവം നൽകിയ, രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി വന്നിരിക്കുന്നത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സഡൻ ഉടമ്പടി വന്നതല്ല. ഇപ്പം നവീകരണ ധ്യാനം എന്നുണ്ട്, അത് ജീവിതം നവീകരിക്കാനുള്ളതാണ്. വളർച്ചാ ധ്യാനമുണ്ട്, വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാനുള്ളതാണ്. ആന്തരിക സൗഖ്യധ്യാനമുണ്ട്, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികളെല്ലാം സുഖപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ജീവനുള്ള ജീവിതം, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ്, പ്രാർത്ഥനാനുഭവ ധ്യാനമുണ്ട്, തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ളതാണ്. പിന്നെ എന്താണ്, വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഉടമ്പടി ധ്യാനമുണ്ട്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള വലിയ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് പിതാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉടമ്പടി ധ്യാനം എന്തിനുള്ളതാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. ഇപ്പോൾ ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ് വാഗ്ദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് പഴയത് ഞാൻ ആവർത്തിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് ബോറടിക്കരുത്. പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നൊരു കൈ പൊക്കിക്ക്. കുറച്ച് പേരുണ്ട്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഞാൻ പഴയ സിലബസ് ഞാൻ മനഃപൂർവ്വം എടുക്കണമല്ല, കർത്താവ് ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോരോ സാധനം പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അനുദിന ജീവിതവും നിത്യജീവിതവും അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് പുഷ്കലമായിട്ട് വളരുന്നതിന് വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്യാപ്സ്യൂളാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെയിം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹിം വയസ്സായിപ്പോയി. അപ്പോൾ ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാതെ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സിലേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ, ജോലി കിട്ടട്ടെ, ജോലി കിട്ടട്ടെ എന്ന് പറയും. നീട്ടിക്കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നര വരും. അവൻ പറയും, അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ വല്യമ്മ എന്തിനാണ് കോളേജിൽ വരണമെന്ന്? കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വല്യമ്മ നരച്ച് വരേണ്ടി വരും. ഇപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. ഇപ്പം താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങൾ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ. സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്ന മോശസിനോട് പറയും, വാഗ്ദാനം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ്റെ അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത്തിൽ ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം, അത് ടൈം ബൗണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇച്ചിരി പറയുക, ചൂടോടെ കഴിക്കണമെന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല. ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനെയാണ് മരിയൻ കവനൻ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുവൾത്താരയിൽ കയറി നിന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2010 ബിടെക് പാസ്സായതാണ്. പാസ്സായ കാലം മുതൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ബിടെക് മാത്രം പോരാ, എംടെക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കന്ന് അവിടെ കയറാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ബിടെക്കുള്ള ഒരു ഓപ്ഷനിലേക്ക് നോക്കാനേ എനിക്ക് അന്ന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ തൊടുപുഴ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി.
ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരളത്തിൽ തന്നെ ആ പോളിടെക്നിക്കിൽ മാത്രമേ ഞാൻ പഠിച്ച ബ്രാഞ്ചുള്ളൂ. അപ്പം അവിടെ ഒരു സ്ഥിരമായ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിക്കും, സ്ഥിരമായ ഒരു ജോലി ലഭിക്കും. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ മാതാവേ എനിക്ക് ഒരു ജോലി ആ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായിട്ടൊരു ജോലി തരണേ എന്ന്. അങ്ങനെ 2013 PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വളരെ കഠിനമായിട്ട് തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, രണ്ടും ചെയ്തുകൊണ്ട് 2015 ഞാൻ പരീക്ഷ എഴുതി. 2017 റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം എൻ്റെ റാങ്ക് 6ാമത്തെ റാങ്കാണ്. ശരിക്കും 2 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് വളരെ വിഷമമായി. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഇത്രയും റാങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അതിനകത്ത് ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളവർ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെതിരെ കേസിന് പോയി. പിന്നെ കേസിന് പോയി കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് 2 പേര് മാത്രമേ മാറുള്ളൂ. പിന്നെ 4 പേര്, 4ാമത്തെ റാങ്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ 4 പേരിൽ 2 പേരിലേക്ക് എത്തിയാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴല്ല ഈ 2 റാങ്കിലേക്ക് എത്തണം, മുകളിലുള്ള 2 റാങ്കിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ആ മുകളിൽ കിടക്കുന്ന 4 പേർക്കും ഇതിനേക്കാൾ നല്ലൊരു ജോലി മാതാവ് കൊടുക്കണം എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്കി ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് എനിക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ 2017 നിലവിൽ വന്നു, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം ഞാൻ 2019 ഈ നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 2019 ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത സമയമായപ്പോഴത്തേനും എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 2 നിയോഗങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചത്. ഒന്ന്, എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. പിന്നെ ഈ ജോലിയുടെ കാര്യവും ശരിയാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആയി. അതിൻ്റെ സാക്ഷി ഞാനിവിടെ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല. ഞാൻ ഒരു തരത്തിലും നിരാശപ്പെടാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, പുതുക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതായത് 6ാമത്തെ റാങ്കിൽ നിന്നും കേസ് ജയിച്ച് 4ാമത്തെ റാങ്കിലെത്തണം. 4ാമത്തെ റാങ്കിൽ നിന്നും മുകളിൽ കിടക്കുന്നവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ നല്ല ജോലി, ഇതിനേക്കാളും നല്ല ജോലി തന്നെയാണ്. അപ്പോൾ അവരത് നമുക്ക് ഡിലീഷൻ എഴുതി തരണം, അതായത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. പക്ഷേ ഈ പോസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് അതിനേക്കാൾ നല്ലതായതുകൊണ്ട് അങ്ങനെ അവർക്കത് തരുവാൻ അവർക്കൊരു പൂർണ്ണമായും ഒരു തരുവാനുള്ള ആഗ്രഹമില്ല. അപ്പം അവരുടെ ഒരു മനസ്സ് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഇത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. ഇനി ആ ജോലി വേണ്ട എന്ന് എഴുതി തരുമ്പോഴും അത് PSC അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ 2017 മുതൽ ഞാനിതിന് 19 മുതൽ ഉടമ്പടി എടുത്തപ്പം മുതൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ, അതായത് 100 കണക്കിന് ജപമാലകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ എപ്പോഴും ചൊല്ലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ M.Tech 2016 അതിനിടയ്ക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരിടത്തും ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്, പക്ഷേ വേറൊരു ജോലി എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അവർ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവോ ഒരു പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം, എനിക്ക് മാത്രമല്ല ട്യൂഷൻ സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനും അത് കിട്ടി. അതിനുശേഷം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കോള് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുവാണ്, ടീച്ചിങ് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ കുഞ്ഞു പിള്ളേരാണ്, എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ഞങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ബ്രേക്കായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ജോലിക്ക് കയറി. അതിനുശേഷം പിന്നീട് നമുക്കൊരു സ്ഥിരം ജോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് മണിക്കൂർ സമയത്തേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു കോളേജിൽ ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിൽ തന്നെ
എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഈ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജുകളിൽ ശ്രമിക്കാമെന്ന് വിചാരിച്ച് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻ്റർവ്യൂവിനൊരു തൊടുപുഴ അടുത്തൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇൻ്റർവ്യൂകൾക്ക് പോകാൻ പറ്റില്ല, കാരണം ഇനി എനിക്കൊരു ജോലി വേണം. ഇത്രയും ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് ഇനി നല്ല ജോലി കിട്ടുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു ജോലി വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വേറൊരു നല്ല കോളേജിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ 2010 ഞാൻ ഏത് കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചോ ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യമായ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 ജോലി ലഭിച്ചു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണം. അത് തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഒരു പോളിടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ആ ജോലി വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4ാമത്തെ ഉടമ്പടിയും പുതുക്കി. അപ്പോൾ അതിനകത്ത് അപ്പോഴത്തേനും ആ സമയമായപ്പോഴത്തേനും മുകളിൽ റാങ്ക് ലിസ്റ്റുള്ളവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എനിക്ക് ഈ ജോലി വേണ്ടാന്ന് എഴുതി തന്നു. പക്ഷേ അവസാനത്തെ കടമ്പ ഈ കാലാവധി ഒത്തിരിയായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, ഇത് കേസിനകത്ത് പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിന് ഇങ്ങനെ കാലാവധി നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഡിലീഷൻ, ഇവർ തന്ന ഡിലീഷൻ PSC സ്വീകരിക്കുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ PSCയുടെ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരൊന്നും പറയുന്നില്ല. ഞാൻ PSCയുടെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ തൈലമൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് PSCയുടെ ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് നടക്കുമെന്ന് സംശയമാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ തൈലമൊക്കെ അതിൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ ആരും കാണാതെ ഒന്ന് പൂശും. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഒരല്പം ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങ് പോരും. അല്ലാതെ ആരും ഒരു പ്രതീക്ഷയൊന്നും തരുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നടക്കും, കാരണം ഞാനിത് മാതാവിനെ ഏൽപ്പിച്ചാൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങ് പോരും. പിന്നെ ഞാൻ ഈ പണ്ട് വർക്ക് ചെയ്ത കോളേജ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ കോളേജിൽ അലുമിനി മീറ്റിനൊക്കെ പോയപ്പം ആ കോളേജിലും പോയി ഉപ്പും തൈലമൊക്കെ പൂശി അങ്ങനെയൊക്കെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവസാനം ഈ ഡിലീഷൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സംശയം. അപ്പം ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം. പക്ഷേ എല്ലാവരും എക്സാം എഴുതാനോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, എൻ്റെ കാര്യം വലുതല്ല എന്നല്ല, പക്ഷേ എന്നാലും എനിക്ക് മാതാവ് ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും തന്നല്ലോ, അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഇവിടുന്ന് സ്റ്റാഫ് പറഞ്ഞു. പക്ഷേ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം കൃത്യം ഒരു 3:30 സമയമായപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശ് രൂപം തന്നു വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് സത്യം പറഞ്ഞ ഈ ജോലിയെക്കുറിച്ച് ഇനി നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. 3 മാസത്തിനുള്ള, അതായത് 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുവാണ്. ആ ഡിലീഷനൊക്കെ സ്വീകരിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി. അതിനുശേഷം വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് റിലീവ് ചെയ്ത് എനിക്ക് 2025 ജൂൺ മാസം 3-ാം തീയതി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട്, വീടിനടുത്തുള്ള പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട് കയറുവാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിലീഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ മുകളിലുള്ള റാങ്ക് ലിസ്റ്റുകാരുടെ നിന്ന് വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്ത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ആ സമയത്ത് ആ ഡിലീഷൻ്റെ ലെറ്റർ ഞാൻ അയക്കുമ്പോഴും ഈ മാതാവിൻ്റെ തൈലമൊക്കെ ആ ഡിലീഷൻ ലെറ്ററെ പൂശി ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോസ്റ്റിൽ അയക്കുന്നത്. അതയച്ച് 2 ദിവസത്തിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്വമനസാല കൊടുത്തതാണ് ഈ ജോലി വേണ്ട എന്ന്, നിങ്ങൾക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചത് അവർ PSC ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ ഡിലീഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഡിലീഷൻ തരാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ മാതാവ്, അതായത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഈ യോഗം വളരെ ഭംഗിയായിട്ട് നടത്തി എനിക്കൊരു സ്ഥിരമായ ജോലി തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം പുതുക്കിയതിൽ ഓരോ പ്രാവശ്യം നിയോഗങ്ങൾ വെച്ചു. മെയിനായിട്ട് ഈ 2 നിയോഗങ്ങളാണ് വെച്ചെങ്കിലും ചെറുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വിവാഹം നടക്കാത്തവർ, അങ്ങനെ പലർക്കും വേണ്ടി നിയോഗം വെച്ചു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിയോഗം വെച്ച ഒരു നിയോഗവും മാതാവ് നടത്തി തരാതിരുന്നില്ല. എല്ലാ നിയോഗവും ആ ഉടമ്പടിയുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് മാതാവ് നടത്തി തന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി, അതായത് ഭയങ്കര ചൂടാണ്, അപ്പോൾ മുകളിലേക്കൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ കൊള്ളാം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്.
പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് താങ്ങാവുന്ന ബാധ്യതയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. ഈ ഉടമ്പടി വഴി മാതാവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന സമയത്ത്, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എന്താവശ്യം, ഇപ്പം ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, എന്നാൽ പറ്റുന്ന വിധം സഹായിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവരെ ഞാൻ സഹായിക്കും. അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഉടമ്പടി ജീവിക്കുന്നതാണെന്നുള്ള പൂർണ്ണ മനസ്സോടെ സഹായിക്കും. അതുപോലെ സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ദശാംശം എന്തായാലും പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ, പാവങ്ങളെന്ന് പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ ഉടമ്പടി പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. അത് എല്ലാം നമുക്ക് പാലിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. എന്തായാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യമായി ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 നന്ദി. എൻ്റെ പേര് ഉഷ. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ് എന്നെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2024 വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. 2024 ഓഗസ്റ്റ് 23 എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ കാറിടിച്ച് തെറിച്ചു പോയി. തല 2ആയിട്ട് ഇതായി, മുഖം ഇവിടുന്ന് അങ്ങ് മറിഞ്ഞ് ഇതായിപ്പോയി. വളരെ വലിയൊരു അപകടമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രശസ്തമായ മെഡിസിറ്റിയിലാണ്. അവിടുന്ന് അവർ പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, വലിയ മേജർ ഓപ്പറേഷൻ വേണം. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവിടുന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഡിസ്ചാർജ് വാങ്ങിച്ച് പോയി. അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ജീവൻ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വേറെ ആരുമില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പാണ്, 3 വർഷമായി. എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എനിക്കെൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരണം. എന്താണെങ്കിലും എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ ഹാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴേ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപവും കൊന്തയും ഉണ്ട്. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ബോധം വീണത്. അത് കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. 4 മാസത്തോളം റെസ്റ്റായിരുന്നു. ഒരു കട്ടിലയിൽ അമ്മയും മറുകട്ടിലയിൽ ചേട്ടനും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എന്ത് ചെയ്യും? നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ? അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവരും സാധാരണക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ജോലി സംഘടിപ്പിച്ച് തന്നു. അവിടെ പാലായിലുള്ളൊരു ടീച്ചറിൻ്റെ വീട്ടിലാണ്. ടീച്ചറിന് ഒരു സഹായി വേണം. അപ്പം അങ്ങനെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് ചെന്നു. അവിടെ ചെന്ന് ഞാൻ പോകുന്നതിന് മുന്നേ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാനൊരു ജോലിക്ക് പോവുക, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വയ്യാത്ത അമ്മയുണ്ട്, വയ്യാത്ത ഹസ്ബൻഡും ഉണ്ട്. ഇവരെ 2 പേരെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. അവിടെ ചെന്ന് ഞാനവിടെ കയറി തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ മാലയിട്ട്. അപ്പം ഞാൻ ആഹാ, മാതാവ് ഇവിടെ ഉണ്ടല്ലോ, ഇനി എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ ചെന്നെൻ്റെ പിറ്റേ ദിവസം ടീച്ചർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു, ഇതാണ് ടീച്ചറെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു.
അപ്പോൾ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, മോളെ പാസ്ബുക്ക് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് തരുന്ന പൈസ അക്കൗണ്ട് വഴി ഇടാനായിരിക്കുമെന്ന്. അല്ലായിരുന്നു. ടീച്ചറിൻ്റെ മക്കൾ 2 പേരും വിദേശത്താണ്. ടീച്ചർ എൻ്റെ വിഷമങ്ങൾ, ഒരുപക്ഷെ അത് മാതാവായിരിക്കും ടീച്ചറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ടീച്ചർ മക്കളോട് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന 5-ാമത്തെ ദിവസം എൻ്റെ അക്കൗണ്ടിൽ പൈസ അവരിട്ട് തന്നു. ടീച്ചർ പറഞ്ഞു, മോനെ പണിക്കാരെ വിളിച്ച് വീട് പണിതു. ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, മാതാവേ, അന്ന് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവരവിടെ നിന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞു. ഞാൻ ഈ വയ്യാത്ത അമ്മയെ, ആക്സിഡൻറ്റ് പറ്റിയ ചേട്ടനെയും കൊണ്ട് എവിടെ പോകും? എനിക്കെൻ്റെ വീടൊന്ന് നനയാതെ ആക്കി തരണം, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് 5-ാമത്തെ ദിവസം എന്നോട് ടീച്ചർ പറഞ്ഞു, വീടിൻ്റെ പണി തുടങ്ങിക്കോ. അവരത് എവിടെ നിന്നൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാത്ത ആൾക്കാരും ഉണ്ട് എന്നെ സഹായിച്ചത്. ഒരുപാട് പൈസ തന്ന് എൻ്റെ വീട് വാർത്ത് നനയാതെ ആക്കി തന്നു. എൻ്റെ അമ്മ ആ വീട്ടിൽ വന്ന്, എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 3 മാസമായി. ആ വീട്ടിൽ വന്ന് കിടന്ന് സന്തോഷത്തോടെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ താമസിച്ചത്. എൻ്റെ അമ്മയെ മരിച്ചിട്ട് 3 മാസമായതേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്തോഷത്തോടെ, പണി മൊത്തം പൂർത്തിയായില്ല എങ്കിലും ഞാൻ ഇപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മാതാവ് അതിൻ്റെ ബാക്കിയും കൂടി എനിക്ക് ആക്കി തരും, തീ കത്തിച്ച് കഴിയാൻ പറ്റും. അതിന് മുന്നേ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധിച്ചതും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടതും ഒക്കെ, ഞാനിന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് അതൊക്കെ എൻ്റെ മാതാവാണ്. ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. അവസാനമാണ് ഞാൻ ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ കിടക്കും എന്ന് ചോദിച്ചു. എനിക്കെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു. ഞാൻ എല്ലാവരോടും പറയുക, എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്തൊക്കെയാണെങ്കിലും ഇച്ചിരി താമസിച്ചാണെങ്കിലും മാതാവ് നമുക്ക് സാധിച്ചു തരും. അതിനൊരു മാറ്റവും ഇല്ല, അതിനൊരു സംശയവും വേണ്ട. അമ്മ മാതാവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ അമ്മ കേൾക്കും. അതുപോലെ എൻ്റെ സഹോദരി, അവൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അവൾ വെളിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട്. അവൾക്കും ഒരു അനുഗ്രഹം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ എനിക്ക് എൻ്റെ അവസ്ഥ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനൊക്കെ ഒരുപാടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയല്ല, എന്നാലും ഇത്തിരിച്ച് കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ചോറ് അങ്ങനെ വരും. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കറികളുമൊക്കെ വെച്ച് ചോറുംപതി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെ പത്രം, അത് ഞാൻ എല്ലാവർക്കും, എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കും. അതുപോലെ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ വരുന്ന, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച്, മാതാവ് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നതാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു.